നമ്മുടെ വിഷയം അതാണ്. തിന്മകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയോ, അതൊരു ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറഞ്ഞ ഒരു ഭാഗത്തെ സൂറത്തുൽ അറാഫിലെ 163 മുതൽ 166 വരെയുള്ള ആയത്തുകളാണ് ഞാൻ ഓതിവെച്ചത്. ഇസ്രായേലി മക്കളോട് ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് എന്ന് അല്ലാഹു പറയുകയും ആ നിയമം അവർ ലംഘിക്കുകയും അവർ ശനിയാഴ്ച ദിവസം മെഡിറ്ററേനിയൻ കടൽ, അവർക്ക് ഏറ്റവും തൊട്ടടുത്തുള്ള കടൽ അതാണ്. ഫലസ്തീനിലെ ഗസയിൽ തൊട്ടപ്പുറത്ത് സൈപ്രസും അതിനപ്പുറത്ത് യൂറോപ്പുമായി കിടക്കുന്ന മെഡിറ്ററേനിയൻ അൽ ബഹറുൽ മുതവസ്സിത്ത്, മെഡിറ്ററേനിയൻ കടൽ, സമൃദ്ധമായ മത്സ്യമുണ്ട്. പക്ഷെ അത് ശനിയാഴ്ചയെ മീൻ കിട്ടൂ. ധാരാളം മീൻ വേണമെങ്കിൽ അത് ശനിയാഴ്ചയാണ് കടലിൽ ഉണ്ടാവുക. ശനിയാഴ്ച നമുക്ക് വെള്ളിയാഴ്ച പോലെ അവർക്ക് ശനിയാഴ്ച ആരാധനയുടെ ദിവസമാണ്. അന്ന് നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് എന്ന് അല്ലാഹു അവരോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അന്ന് തന്നെ ഇഷ്ടം പോലെ മീൻ കിട്ടും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇത് തഅതീഹിം ഹൈതാനുഹും യൗമ സബ്തിഹിം ശുർഅ. ശനിയാഴ്ച ദിവസം ഇഷ്ടം പോലെ മീൻ ഉണ്ടാവും. ശനി കഴിഞ്ഞാൽ അത്ര മീൻ കിട്ടൂല. ആ അത്ര മീനുള്ള ആ ദിവസം പിടിക്കരുതെന്ന് അള്ളാഹുവിൻ്റെ നിയമം. അതങ്ങനെയാണല്ലോ. നമുക്ക് ഹലാലായി ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പക്ഷേ വലിയ കാശൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് വരും. നേരെ മറിച്ച് വല്ല തട്ടിപ്പോ കാര്യമോ ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ കാശും കിട്ടും. അപ്പം അത് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. വലിയ ടെംപ്റ്റേഷൻ വരും, എന്നാൽ പിന്നെ ചെയ്തൂടെ എന്ന്. അപ്പം അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞ ദിവസം അവരെ പടച്ചതമ്പുരാനെ പറ്റിക്കാൻ ഒരു ഐഡിയ ചെയ്തു. അതായത് കടലിൽ നിന്ന് അവർ കനാൽ ഉണ്ടാക്കി. ശനിയാഴ്ച ദിവസം ആ കനാലിൻ്റെ ബണ്ട് തുറന്നു വെക്കും. അപ്പം മത്സ്യം കടലിൽ നിന്ന് ഈ കനാലിലേക്ക് കയറും. ശനിയാഴ്ച മത്സ്യമൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം കനാലങ്ങ് പൂട്ടി വെക്കും. എന്നിട്ട് ഞായറാഴ്ച ചെന്നിട്ട് മീൻ പിടിക്കും. അപ്പം ശനിയാഴ്ച പിടിച്ചിട്ടില്ല, മീനെ കയറാൻ അനുവദിച്ചിട്ടുള്ളൂ. മീനിനെ ഒരു ചതുരംഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭിത്തിയിലേക്ക്, നമ്മൾ വയലിലൊക്കെ കാണുന്ന പോലെ അടയാളപ്പെടുത്തിയ ബണ്ടുകളിലേക്ക് മത്സ്യത്തെ കടത്താൻ അനുവദിച്ച് പിന്നെ അതിൻ്റെ ബണ്ട് മൂടുകയാണ്. അപ്പം അവർ മീൻ പിടിച്ചോ? ഇല്ല. അവർ വല വീശിയിട്ടുണ്ടോ? ഇല്ല. അവർ ചൂണ്ടെറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവർക്ക് മീൻ കിട്ടുകയും ചെയ്തു. ഇതവർ അള്ളാഹുവിനെ പറ്റിക്കുകയായിരുന്നു. അപ്പൊ പ്രവാചകന്മാർ ലുഅനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും മൂസ നബി അലൈഹിസ്സലാമിന്റെയും അനുയായികൾ. ദാവൂദ് നബി അലൈഹിസ്സലാമാണ് പ്രവാചകന്മാരിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ശേഷം വന്ന നബിയാണ് നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ ഖബർ ഫലസ്തീനിലാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നമുക്കൊരു 10 മിനിറ്റ് നടന്നാൽ ദാവൂദ് അലൈഹിസ്സലാമിന്റെ മഖാം സിയാറത്ത് ചെയ്യാൻ കഴിയും. അത് ജൂതന്മാരുടെ കസ്റ്റഡിയിലാണുള്ളത്. ജൂതന്മാരും സിയാറത്ത് ചെയ്യും, മുസ്ലിമീങ്ങളും ചെല്ലും. ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെയാണ്. മൂസാ നബി അലൈഹിസ്സലാമും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, ജെറൂസലേമിൽ നിന്ന് ഒരു 10-25-30 കിലോമീറ്ററിന്റെ ദൂരെ നമ്മൾ ചാവുകടലിലേക്ക് പോകുന്ന റൂട്ടിൽ വലതുഭാഗത്ത് മൂസാ നബി അലൈഹിസ്സലാമും അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഈ 2 പ്രവാചകന്മാരുടെ നാക്കിലൂടെ ലുഇനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം, ദാവൂദ് നബിയുടെയും മൂസ നബി അലൈഹിസ്സലാമിന്റെയും നാക്കിലൂടെ അവിശ്വാസികളായ വലിയൊരു വിഭാഗം ബനു ഇസ്രായേലുകൾ ശപിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ. അതിന് കാരണം പറഞ്ഞത്, ഈ മത്സ്യം പിടിച്ചപ്പോ ചില ആളുകൾ അവരോട് പറഞ്ഞു, കൂട്ടരെ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളിത് ചെയ്യല്ലേ. ഒരു വിഭാഗം മാത്രം അത് പറഞ്ഞു. വേറെ വിഭാഗം, നമ്മൾ എന്തിനാ ഗുണത്തിനും ദോഷത്തിനും, പിടിക്കുന്നവര് പിടിച്ചോട്ടെ, നമ്മൾ പിടിക്കാൻ പോകുന്നില്ലല്ലോ, നമ്മളതിന് യെസ് പറയാനും പോവണ്ട, നോ പറയാനും പോവണ്ട, അവരായിക്കോട്ടെ, നമ്മളൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന ഒരു വിഭാഗം. വേറെ ഒരു വിഭാഗം അവർക്ക് സപ്പോർട്ട് ചെയ്തു, നിങ്ങൾ ചെയ്തോളി മക്കളെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. അള്ളാഹു ഈ ഒരു വിഭാഗത്തെയാണ് കുരങ്ങന്മാരാക്കി ശിക്ഷിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ശിക്ഷ വന്നപ്പോഴേ ഈ 3 കൂട്ടരിൽ ഒരു വിഭാഗം എതിർത്തു ചെയ്യരുത് എന്ന് പറഞ്ഞു, അത് ന്യൂനപക്ഷം. വേറൊരു വിഭാഗം അവരുടെ കൂടെ മീൻ പിടിച്ചു. വേറൊന്ന് ഒന്നും പറഞ്ഞില്ല, മിണ്ടില്ല. അത് അവരായിക്കോട്ടെ, എൻ്റെ മകനല്ലല്ലോ, എൻ്റെ കുട്ടിയല്ലല്ലോ, എൻ്റെ കുടുംബമല്ലല്ലോ, അത് ആരുടെയോ മക്കളല്ലേ, അവര് കഞ്ചാവടിച്ച് വീഴുന്നതിന് ഞാനെന്തിനു പറയണം, അവൻ കള്ളുകുടിക്കുന്നത് ഞാനെന്ത് പറയണം, അത് അവനല്ലേ, അവൻ്റെ മോളല്ലേ, എൻ്റേതല്ലല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന പോലെ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ മിണ്ടാതിരുന്നപ്പോ
അവരും മീൻ പിടിച്ചവരും സപ്പോർട്ട് ചെയ്തവരും ഈ ശിക്ഷയിൽ പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടത് തിന്മ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു വിഭാഗം മാത്രമാണ് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തിന്മകൾ കാണുമ്പോൾ തിന്മകൾക്കെതിരെ നിശബ്ദമായി നമ്മൾ മൗനം പാലിക്കുകയാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചത്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونركز ചൊല്ലിക്കോളൂ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.